വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി അയ്യപ്പത്ത് വീട്ടിൽ 18 വയസ്സുള്ള ശ്രീശാന്താണ് മരിച്ചത്. കുന്നംകുളം എരുമപ്പെട്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസ് ചൊവ്വന്നൂർ പോസ്റ്റ് ഓഫീസിന് സമീപം ആളെ ഇറക്കി ബസ് എടുക്കുന്നതിനിടെ പുറകിലെത്തിയ ശ്രീശാന്ത് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുകയും എതിരെ വന്ന വാഹനം കണ്ട് ബ്രേക്ക് പിടിച്ചതോടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിയുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തുടർന്ന് ശ്രീശാന്തിനെ കുന്നംകുളം ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം ന്യൂമാൻ കോളേജിലെ +1 വിദ്യാർത്ഥിയാണ് മരിച്ച ശ്രീശാന്ത്. അപകടത്തെ തുടർന്ന് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കേരളത്തിലെ NHMനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് NHM എംപ്ലോയീസ് അസോസിയേഷൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്ന 371 കോടി രൂപ അടിയന്തരമായി അനുവദിക്കുക, എല്ലാ ജീവനക്കാർക്കും പുതുക്കിയ ശമ്പളവും ശമ്പള കുടിശ്ശികയും ഈ മാസത്തിനുള്ളിൽ അനുവദിക്കുക, EPF ESI പരിരക്ഷ പുനഃസ്ഥാപിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മാർച്ചിന് ശേഷം നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 150 ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് NABH അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതെന്താ, ഈ വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ 150ഓളം വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി NABH അംഗീകാരം ലഭിക്കുമെന്നുള്ളതാണ്. അത്രയേറെ വലിയ കരുത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. അതിനെ തകർക്കുന്നതിനുള്ള വലിയ ഗൂഢശ്രമങ്ങളുമായിട്ട് NDA ഭരണകൂടം മുന്നോട്ട് പോകുകയാണ്. DPM ഡോക്ടർ സജീവ് കുമാർ, KGNA നേതാവ് സുധീഷ് കുമാർ, ഫെഡറേഷൻ സെക്രട്ടറി മീര നിമേഷ്, ജില്ലാ സെക്രട്ടറി CC പോൾ, പ്രസിഡന്റ് ഡോക്ടർ കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ വളർത്തുമുയലുകളെ നായ കൊന്നൊടുക്കി. 10 കുഞ്ഞുങ്ങളടക്കം 12 മുയലുകളെയാണ് നായ കൊന്നൊടുക്കിയത്. ഒരെണ്ണം പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പടിഞ്ഞാട്ടുമുറി പട്ടത്ത് PN ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ മുയലുകളാണ് ആക്രമിക്കപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി വേലൂരിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും വേലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാറും വേലൂർ ഭാഗത്തു നിന്നും കേച്ചേരിയിലേക്ക് മണലുമായി വന്നിരുന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്ക് നീങ്ങിയ കാർ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പോസ്റ്റ് 2ആയി മുറിഞ്ഞു. ടിപ്പർ ലോറി ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ മുൻവശവും ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ പുറകുവശവും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയുടെ മുൻവശം തകർന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞു കയറി. 2 ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത്. രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ MLA. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.